സുൽത്താനുൽ ഉലമ ഉസ്താദ് നമ്മളെ വീട്ടിലൊന്ന് കയറണം, എല്ലാവരും ആഗ്രഹമാണ്. അള്ളാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹമാണല്ലോ, വലിയൊരാഗ്രഹമാണ്. മുത്തുനബിനെ സ്നേഹിക്കുന്നു നമ്മൾ. ആ മുത്തുനബിയെ സ്നേഹിക്കുന്നവരെ കാണുമ്പോഴും സ്നേഹിക്കുമ്പോൾ അത് മുത്തുനബിയോടുള്ള മഹബത്താണ്. മസ്ജിദുൽ ആസാർ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ നമുക്കത് സമർപ്പിച്ചു തന്നു. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ആ ഉസ്താദിനെ നമ്മൾക്ക് എല്ലാവർക്കും താല്പര്യമാണ്. ഉസ്താദിന് എൻ്റെ വീട്ടിൽ ഒന്ന് കയറി ഒന്ന് കാലൊന്ന് കുത്തിയാൽ മതിയെന്ന്. അതുകൊണ്ടാണല്ലോ ചെറിയൊരു അസുഖം വന്നപ്പോ എല്ലാവരും വിഷമിച്ചു പോയത്. എല്ലാവരും വിഷമിച്ചു പോയി. അതെന്താ? ബഹുമാനപ്പെട്ടവർ ചെയ്ത പ്രവർത്തനങ്ങളാണ്. 5000-ഓളം വരുന്ന പള്ളികൾ ബഹുമാനപ്പെട്ടവർ നിർമ്മിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് മദ്രസകൾ ബഹുമാനപ്പെട്ടവർ ആസാമിലും ബംഗാളിലും ഉണ്ടാക്കി. 1500-ലെതിരെ കിണറുകൾ കുടിച്ച് ആളുകൾക്ക് ധർമ്മം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അതിനു പുറമെ 15000-ഓളം വരുന്ന യതീമക്കളെ പോറ്റി വളർത്തി. അതുകൊണ്ടല്ലേ ഗൾഫിലുള്ള അറബികൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദിനെ വിളിച്ചത് അബുൽ ലൈതാം. അബുൽ ലൈതാം എത്തിയും കുട്ടികളെ വാപ്പാണ്. നമ്മളെ പറ്റിയ വാപ്പ, നമ്മളെ മക്കൾക്ക് നമ്മളെ വാപ്പാന്ന് തന്നെ വിളിച്ചാൽ മതിയാ. നമ്മളെ മക്കൾക്ക് തന്നെ നമ്മളെ വാപ്പാന്ന് വിളിച്ചാൽ പോലെ ഇടങ്ങേറുകൊണ്ട് വിളിച്ചാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ എത്രയോ മക്കളെ വാപ്പ ആയി അബുൽ ലൈതാം എന്ന സുന്ദര പേര് എന്തുകൊണ്ടാ വിളിച്ചത്? എത്രയും കുട്ടികളെ പോറ്റി വളർത്തിയവരാൻ. ബഹുമാനപ്പെട്ട ഉസ്താദിന് ദുആ ചെയ്യാൻ ആരാ എത്രയാണ്. അതുകൊണ്ടല്ലേ കമന്റുകൾ ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ, ഉസ്താദിന് അസുഖമായപ്പോ ചില ആളുകളൊക്കെ വിവരമില്ലാതെ അങ്ങനെ പറഞ്ഞു. നമ്മൾ അവരൊരിക്കലും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവര് നമ്മളെക്കാൾ സ്നേഹിക്കുന്നവരാണ്. അവര് മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദിന് ഒരിക്കലും രോഗം വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് കമന്റ് എഴുതിയത്. അപ്പൊ ഓർക്ക് ശരിക്കും മൊമെന്റ് കൊടുക്കണം. ഈ തെറ്റായിരുന്നു. ഉസ്താദിന് അസുഖം വന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ കമന്റ് അടിച്ച് പറഞ്ഞ ആളുകൾ നമ്മൾ ഓരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓല് നമ്മളെക്കാൾ ബഹുമാനിക്കുന്ന ആളുകളാണ്. കാരണം സുൽത്താനുൽ ഉലമ ഉസ്താദിന് അസുഖം ഉണ്ടാവുകയെ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരാൾക്ക് അസുഖം ഉണ്ടായപ്പോ ഉണ്ടായ ടെൻഷനാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കണം നമ്മളെക്കാട്ടിൽ ബഹുമാനാണ് അവർക്ക്. അപ്പൊ എല്ലാവർക്കും ആ ആളുകളൊക്കെ വിളിച്ച് ഒരു നല്ലൊരു മൊമെന്റ് കൊടുക്കണം. ഇവിടെ ഈ കൊടുത്തവർക്കൊന്നല്ല കൊടുക്കേണ്ടി അല്ലേ? അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ പറയും ഒരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ഒരു അമുസ്ലിമായ ഒരു പെണ്ണ് അതിന് മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞു, എന്താ മനുഷ്യന്മാരെ നിങ്ങളീ പറയണത്? 85 വയസ്സാകുന്ന ഒരാള്, സുബ്ഹാനല്ലാഹ്, അസുഖം വരാൻ പാടില്ലേ? 85 വയസ്സാകുന്ന ഒരാൾക്ക് ഹിജ്റ കണക്ക് പ്രകാരം കൂട്ടിയാൽ 90 വയസ്സായി. ഈ ഒരു ഉസ്താദിനൊരു ചെറിയ അസുഖം വന്നപ്പോ ആ അസുഖത്തിനെതിരെ നമ്മൾ തെറ്റായ രൂപത്തിൽ കമന്റ് എഴുതുന്ന ആളുകളാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവരോട് പറഞ്ഞു, ഈ സഹോദരി അദ്ദേഹം സമൂഹത്തിന് ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു കഴിഞ്ഞു. ഇനി മൂപ്പര് മരിച്ചാൽ എന്താ? മൂപ്പരെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും അബുൽ ലൈതാം ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചെയ്തു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അത് മുഴുവനും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമാണ്. അനാ വകാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഞാനും എൻ്റെ യതീം കുട്ടികളെയും സംരക്ഷിക്കുന്നവൻ ഇപ്രകാരമാണ്, നാളെ സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണ്. ഈ ഹദീസ് ഉസ്താദ് കണ്ടപ്പോ അൽഹംദുലില്ലാഹ് ഉസ്താദ് അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾ ആരെ നോക്കണത്? നമ്മളെ ഒരു സാന്ത്വനം എന്ന പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം ചോദിച്ചാൽ തന്നെ നമുക്ക് കൊടുക്കാൻ മടിയാണ്. ഒരു സാന്ത്വനം SYS-ഉം മുസ്ലിം ജമാഅത്തും SMA-യും SSF-ഉം SJM-ഉം ഒക്കെ കൂടി നമ്മൾ ചെയ്യുന്ന ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് സാന്ത്വനത്തിനെ പറ്റി. അത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം. ഒരാൾ ഇരുന്ന് ഒരു പ്രായം ചെന്ന ഒരാള് എണീക്കാൻ കഴിയുന്നില്ല, ഒരാൾക്ക് എണീക്കാൻ കഴിയില്ല, ഓനെ പിടിച്ചത് പൊക്കി പിടിച്ചു, അത് അൽഹംദുലില്ലാഹ് സാന്ത്വനമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പ്രായം ചെന്ന ആള്
ഒരു കണ്ണ് കാണാത്ത ഒരാൾ ടൗണിലൂടെ വടിയും തപ്പി സുബ്ഹാനല്ലാഹ് കടതെറിയുമ്പോൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന കണ്ണ് കാണാത്ത ഒരാൾ അദ്ദേഹത്തിനെ തട്ടിത്തടഞ്ഞ് മാറ്റുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റാൻഡിലേക്ക് എത്തിച്ചു കൊടുത്ത് കോഴിക്കോട്ടിലേക്ക് ബസ് കയറ്റി കൊടുത്താൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ്. ഇതാണ് മുത്തുനബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഭാര്യയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണ്. ഭാര്യയുടെ ഉമിനീരൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ്, നല്ല തേന പോലെയാണ് ഇഷ്ടം ഉണ്ടാകുമ്പോൾ. ഉൽമാലായാലോ കാഞ്ഞിരക്കുരുവിന്റെ ഭാര്യ അല്ലേ, നല്ല സ്നേഹം ഉണ്ടാവും. അങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്. ഭർത്താവ് നല്ല ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഉഷാറായിട്ട് കയ്യൊക്കെ കെട്ടി കല്യാണത്തിന് പോകാൻ, ഓഫീസ് പോകാൻ വേണ്ടി നിന്ന് റെഡി ആയി നിന്ന് ഭാര്യനോട് പറഞ്ഞു പോകണം, ഞാൻ പോവാണ് കുഞ്ഞിമോ സലാം അലൈക്കും. അത് റാഹത്താണ്. നിങ്ങൾ ആരെയും സലാം പറയല്ലോ. നാളെ മുതൽ ഭാര്യനോട് സലാം പറയണം, ഉമ്മനോട് സലാം പറയണം, ഉമ്മനോടും ഭാര്യയോടും സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോ അങ്ങനെ ഭാര്യനോട് സലാം പറയാൻ വേണ്ടി പോയപ്പോ, ഓ നിങ്ങൾ പാട്ടയ്യും ആ ഷൂ ഒക്കെ ഇട്ടത് അതൊരു ശരിയില്ല, ഇതിനേക്കാളും നല്ല വൃത്തിയുള്ളത് സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ 4 ദിവസം മുമ്പ് നമ്മൾ അൽഹംദുലില്ലാഹ് കോഴിക്കോട് പോയപ്പോ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നല്ലോ, അത് നല്ല സ്റ്റൈലുള്ള ഡ്രസ്സായിരുന്നു, നിങ്ങൾ ഇത് മാറ്റി അത് ഇട്, ഞാൻ ഇപ്പം വേഗം ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം, അത് പെട്ടെന്ന് മാറ്റണം. മൂപ്പര് ഇൻഷേർഡൊക്കെ ചെയ്ത് ഉഷാറായി നിൽക്കുന്ന ഒരാളോട് പറയാണ് ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. സ്നേഹമുള്ള ആ ഭർത്താവാണെങ്കിൽ പറയും എന്നാ വേഗം കൊണ്ടുപോകാൻ, ഞാനത് മാറ്റാം. സ്നേഹമില്ലാത്ത ആളാണെങ്കിലോ പോകാർക്ക് നല്ലത്, ഞാൻ ഇറങ്ങാൻ നേരത്തെ എൻ്റെ ഒലിപ്പിച്ചല്. സുബ്ഹാനല്ലാഹ്. അത് സ്നേഹമില്ലാത്തവരാ പറയാം, സ്നേഹമില്ലാത്തവരാ പറയാം. അപ്പൊ സ്നേഹമുണ്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊണ്ടുവരണം.